அனைவருக்கும் வணக்கம். கவிஞர் இளமையின் கல்லறை வெளிச்சம் என்னும் நூலிலிருந்து தமிழனாய் வாழ்வோம் தமிழுக்காய் வாழ்வோம் என்னும் கவிதை. தமிழ்தான் எங்கள் தாய்மொழி, தமிழனுக்கு இதுவே உயிர்மொழி. அலைமிகுந்த வறுமை வந்து அவதியுற்ற நாளிலும், அலைமிகுந்த வறுமை வந்து அவதியுற்ற நாளிலும் ஐயமிட்டே உண்ணுகின்ற അറിവ് ചൊല്ലും തമിഴ് മൊഴി. തമിഴ്தான் എങ്ങൾ തായ്മൊഴി. തമിഴാണ് ഞങ്ങളുടെ മാതൃഭാഷ. തമിഴനുക്ക് ഇതുവേ ഉയർമൊഴി. തമിഴന് ഈ ഭാഷയാണ് ജീവൻ. അലൈമികുந்த വറുமை വന്ന്, ഭയങ്കരമായ ദാരിദ്ര്യം വന്ന് അവധിയുറ്റ നാളിലും കഷ്ടപ്പെട്ട സമയത്തും ആ സമയത്തും അയ്യമിട്ടേ ഉണ്ണുകിன்ற, തൻ്റെ കയ്യിൽ ഒന്നുമില്ലാതിരിക്കുന്ന സമയത്തും ഉള്ളതിൽ പങ്ക് അടുത്ത മനുഷ്യന് കൊടുത്ത് ആ ഉപദേശം പറഞ്ഞു തരുന്ന ഭാഷയാണ് ഞങ്ങളുടെ തമിഴ് ഭാഷ. തമിഴ്தான் எங்கள் தாய்மொழി, தமிழனுக்கு இதுவே உயிர்மொழி. அலைமிகுந்த வறுமை வந்து அவதியுற்ற நாளிலும் ஐயமிട്ടേ ഉണ്ണുകിன்ற അറിവ് ചൊല്ലും തമിഴ് മൊഴി. അയ്യം എന്ന് പറഞ്ഞാൽ ഭിക്ഷ, മറ്റുള്ളവർക്ക് കൊടുത്ത് അതിൽ പങ്ക് തിന്നുന്ന അറിവ്, ഉപദേശം പറഞ്ഞു തരുന്ന ഒരു ഭാഷയാണ്, ഏറ്റവും നല്ലൊരു ഭാഷയാണ് തമിഴ് ഭാഷ. ഇനി തമിഴിൻ്റെ മാഹാത്മ്യങ്ങൾ കുറിച്ചാണ് ഈ കവിതയിലെ കവി പറയുന്നത്. ഇങ്ങനെ ഒരുപാട് മാഹാത്മ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് ഓരോന്നും ഞാനിങ്ങനെ വിശദമായി പറഞ്ഞു തരുമ്പോൾ അത് നിങ്ങൾക്കത് മനസ്സിലാവും. അടുത്തത്, പൊതികയിലെ പിറന്ന്. തമിഴ് ജനിച്ചത് എന്ന് പറയപ്പെടുന്നത് പൊതികൈ മലയാണ്. പൊതികൈ എന്ന് പറഞ്ഞാൽ ഒരു മലയുടെ പേര്, പൊതികൈ മല. അതിനെ മേരുമല എന്നും പറയും. അതായത് പാർവതിക്കും ശിവനും പരമശിവനും വിവാഹം നടന്നപ്പോൾ ആ വിവാഹം കാണാൻ വേണ്ടി എല്ലാവരും ഹിമാലയത്തിലേക്ക് വന്നു കുമിഞ്ഞു. ആ സമയത്ത് ഈ മനുഷ്യരുടെ ഭാരം സഹിക്കാൻ വയ്യാതെ വടക്ക് വശം താഴുകയും തെക്ക് വശം ഉയരുകയും ചെയ്തു. അപ്പോൾ ലോകത്തിനെ സമനിലപ്പെടുത്താൻ വേണ്ടി ശിവൻ അഗസ്ത്യ മുനി എന്ന് പറയുന്ന ഒരു പൊക്കം കുറഞ്ഞ ഒരു മുനിയെ തെക്ക് രാജ്യത്തോട്ട് വിട്ടു. ആ മുനി തമിഴ്നാട്ടിൽ വന്ന് അവിടെയുള്ള പുതിയ മല, ആ പുതിയ മലയുടെ പുറത്ത് ഇരുന്ന് അവിടെ ഉള്ള ജനങ്ങൾക്ക് തമിഴ് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് പുരാണം പറയുന്ന കഥ. ആ സംഭവമാണ് ഇവിടെ വരുന്നത്. പൊതികയിലെ പിറന്ന്, പൊതികൈ മലയിൽ ജനിച്ച് മുച്ചങ്ക സഭയിലെ 3 ചങ്കം, മധുരയിൽ 3 ചങ്കം ഉണ്ടായിരുന്നു. ചങ്കം എന്ന് പറഞ്ഞാൽ കൂട്ടം. മുതൽ ചങ്കം, ഇടച്ചങ്കം, കടൈച്ചങ്കം. ആദ്യത്തെ ചങ്കം, ഇടയ്ക്കുള്ള ചങ്കം, അവസാനത്തെ ചങ്കം എന്നുള്ള ആ 3 ചങ്കവുമാണ് തമിഴ് ഭാഷയെ വളർത്തിയത്. അപ്പോൾ ഈ 3 ചങ്കത്തിലും സഭയിൽ വളർന്ന്, പൊതികയിൽ ജനിച്ച് മുച്ചങ്ക 3 സംഘത്തിലും വളർന്ന്, കമ്പൻ, കവിചക്രവർത്തിയായ കമ്പൻ, കമ്പരാമായണം രചിച്ച ആ കമ്പൻ്റെ കവിതയിൽ മലർന്നു വന്ന വയ്യകത്തിൻ ഇണയില്ലാ ചെമ്മൊഴിയെ, ഈ ലോകത്തിൽ സാമ്യം പറയാൻ പറ്റാത്ത വളരെ നല്ല എൻ്റെ തമിഴ് ഭാഷയെ, ഉന്തൻ പിറവ് കണ്ട് പൊതികയിലെ പിറന്ന് മുച്ചങ്ക സഭയിലെ വളർന്ന് കമ്പൻ കവിയിലെ മലർന്ന് വയ്യകത്തിൻ ഇണയില്ലാ ചെമ്മൊഴിയെ, ഉന്തൻ പിറവ് കണ്ട് പുറമുതുക് കാട്ടി ഓടിപ്പോനാൻ. ഉന്തൻ പിറവ് കണ്ട്, നിൻ്റെ ധീരത കണ്ട്, എൻ്റെ തമിഴ് ഭാഷയെ നിൻ്റെ ധീരത കണ്ട്, അല്ലെങ്കിൽ നിൻ്റെ തമിഴ് രാജാക്കന്മാരുടെ ആ ധീരത കണ്ട് പുറമുതുക് കാട്ടി ഓടിപ്പോനാൻ. അന്ന് പുറംതിരിഞ്ഞ് ഓടിപ്പോയി മറ്റുള്ള രാജാക്കന്മാരെല്ലാവരും. അതായത് തമിഴ് രാജാക്കന്മാർ അന്ന് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെയും പിടിച്ചടക്കി. അതുപോലെ ഒരു പ്രാവശ്യം തമിഴ് രാജാവ് വടക്കിൽ യുദ്ധം ചെയ്തു പോയി അവിടുത്തെ രാജാവിനെ തോൽപ്പിച്ചു. ആ രാജാവ് പുറമുതുക് കാട്ടി ഓടിപ്പോനാൻ, പുറം തിരിഞ്ഞ് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെയുള്ള ഒരു വലിയ ധീരത ഉള്ള ഒരു വർഗമാണ് തമിഴ് വർഗം. പക്ഷേ ഇപ്പോൾ കുറേ കാലം കൊണ്ട്
തമിഴര് ഇങ്ങനെ ഒരു ധീരതയില്ലാതെ ഉറങ്ങിയതുപോലെ ആയിപ്പോയി. അങ്ങനെ കിടക്കുന്ന നിന്നെ മുരസ് കൊട്ടി ഉന്നൈ കൺവിഴിക്ക ചെയ്വതാ. മുരസ് എന്ന് പറഞ്ഞാൽ കൊട്ട്. ആ കൊട്ടടിച്ച് നിന്നെ ഞാൻ ഉണർത്തട്ടോ. ഉന്തൻ പിറവ് കണ്ട് പുറമുതുകു കാട്ടി ഓടിപ്പോനാൻ മുരസ് കൊട്ടി ഉന്നൈ കൺവിഴിക്ക ചെയ്വതാ. നിന്റെ കണ്ണ് ഞാൻ തുറപ്പിക്കണമോ? ഇല്ലൈ ഉൻ ഇനം മൺമൂടി പോന പിൻപ് വഴിതിറക്ക ചൊൽവതാ. അല്ലെങ്കിൽ നിന്റെ ഇനം, നിന്റെ വർഗം മൺമൂടി പോന പിൻപ്, മണ്ണില് പുതഞ്ഞു പോയതിന് ശേഷം ഞാന് വഴി തുറന്ന് അവരെ വരാൻ പറയണമോ? അതായത് ഒരു കാലത്ത് വളരെ ധീരതയുള്ള ആ തമിഴ് വർഗം ഇപ്പോ അങ്ങ് ഒരു ധീരത ഇല്ലാതെ ആയിപ്പോയി. ഇന്ന് നിന്റെ വർഗം നശിച്ചു പോയതുപോലെ ആയിപ്പോയി. ഇല്ലൈ ഉൻ ഇനം മൺമൂടി പോന പിൻപ്, നിന്റെ തമിഴ് ഇനം മണ്ണില് മറഞ്ഞു പോയതിന് ശേഷം ഞാന് വഴി തുറക്കാൻ അവരൊക്കെ വരാൻ വേണ്ടി ഞാന് പറയണമോ? തമിഴുക്കായി ഒരു കുറൾ, തമിഴിന് വേണ്ടി ഒരു കുറളുണ്ട്. ഏത്? തിരുക്കുറൾ. തമിഴുക്കായി ഒരു കുറൾ, കൊഞ്ചം ചെവി മടുത്തിട്, കുറച്ച് ചെവി ഇങ്ങോട്ട് താ. ഞാൻ ആ കുറളിനെ കുറിച്ച് പറയാൻ പോവുകയാണ്. ശകലം നീ ഒന്ന് ചെവി ചായ്ക്ക്. குறிஞ்சி முல்லை மருதம் நெய்தல் പാലൈ എന്ന് ഉൻ കുടിമക്കൾ വാഴ്ന്ന പെരുമൈ അറിവായോ? മാത്രമല്ല പണ്ട് നമ്മുടെ തമിഴ് ഗ്രാമറിൽ, തമിഴ് വ്യാകരണത്തില് 5 പിരിവായിട്ട് നമ്മുടെ തമിഴര്, പണ്ടുള്ള തമിഴര് ഈ ഭൂമിയെ 5 ഭാഗങ്ങളായിട്ട് പിരിച്ചിരുന്നു. അതായത് കുറിഞ്ചി എന്നും മുല്ലയെന്നും മരുതമെന്നും നെയ്തലെന്നും പാലയെന്നും. കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ. അതായത് കുറിഞ്ചി എന്ന് പറഞ്ഞാൽ മലയും മലയെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലവും കുറിഞ്ചി. മുല്ലൈ കാടും കാടിനെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലവും. മരുതം വയലും വയലിനെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലവും. നെയ്തൽ കടലും കടലിനെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലവും. പാലൈ മണൽ പ്രദേശം, ഇന്നത്തെ മരുഭൂമി. ഇങ്ങനെ 5 പിരിവായിട്ട് നമ്മുടെ തമിഴര് ഈ ഭൂമിയെ പിരിച്ചു വെച്ചിരുന്നു. അപ്പോൾ ലോകത്തുള്ള ഈ ഭൂമിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഏത് സ്ഥലവും ഈ 5ന്റെ ഉള്ളിൽ വരും. മലയെന്നോ കാടെന്നോ അങ്ങനെ ആ രീതിയിലൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഈ ഭൂമിയിലുള്ള എല്ലാ സ്ഥലങ്ങളും. അപ്പോൾ ഇതിനെ തിണൈ എന്ന് തമിഴിൽ പറയും. തിണൈ എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ. അങ്ങനെ ഒരു 5 ഡിസിപ്ലിനായിട്ട്, 5 തിണയായിട്ട് നമ്മുടെ പഴയ തമിഴര് നമ്മൾ ഈ ഭൂമിയെ പിരിച്ചു വെച്ചിരുന്നു. അങ്ങനെ മാഹാത്മ്യമുള്ള ഒരു ഭാഷയാണ് നമ്മുടെ തമിഴ് ഭാഷ. കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ എന്ന് ഉൻ കുടിമക്കൾ, നിന്റെ ജനങ്ങൾ, കുടിമക്കൾ, നിന്റെ പഴയ ജനങ്ങൾ, തമിഴരുടെ മൂത്ത കുടികൾ വാഴ്ന്ന പെരുമൈ അറിവായോ? അവരങ്ങനെ 5 പിരിവായിട്ട് പിരിച്ച് ജീവിച്ചിരുന്ന ആ മാഹാത്മ്യം നിനക്കറിയില്ലയോ? നീ പിന്നെ എന്തിനാണ് ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്നത്? ആ പഴയ ധീരത നിനക്ക് വേണ്ടേ എന്ന് ചോദിക്കുകയാണ് കവി. കൊടിക്കായ്, കൊടിമുല്ലയ്ക്കായ്. ഇനി വേറൊരു സംഭവം. പഴയ കാലത്ത് നാട്ടുരാജാക്കന്മാരെന്ന് പറഞ്ഞുകൊണ്ട് 7 പേരുണ്ടായിരുന്നു. പാരി, കാരി, ഓരി, ആയ്, നള്ളി, പേഹൻ, അതിയമാൻ എന്ന് 7 നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു. അതിൽ ഒരാളാണ് പാരി. ഇവിടെ പാരിയെ കുറിച്ചാണ് പറയുന്നത്. ഈ 7 രാജാക്കന്മാരും ജനങ്ങളുടെ അടുത്തും ഈ സസ്യജാലങ്ങളുടെ അടുത്തും മറ്റ് ജീവജാലങ്ങളടുത്തും വളരെ സ്നേഹമുള്ളവരാണ്. അപ്പോൾ ഈ പാരി എന്ന് പറയുന്ന ഈ രാജാവ് ഒരു പ്രാവശ്യം ഇങ്ങനെ കാട്ടില് തേരിൽ കയറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. പോകുന്ന വഴിക്ക് നടുക്ക് ഒരു മുല്ലക്കൊടി, ഒരു മുല്ലച്ചെടി അല്ലെങ്കിൽ മുല്ലക്കൊടി, ആ മുല്ലക്കൊടി ഇങ്ങനെ നന്നായിട്ട് തറ്റിപ്പടരാൻ വഴിയില്ലാതെ വാടി കിടക്കുന്നത് കണ്ട് വിഷമിച്ചു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയപ്പോൾ അതിൻ്റെ അടുത്ത് കുത്തിവെക്കാൻ, അത് പടർന്ന് വളരാൻ വേണ്ടി കുത്തിവെക്കാൻ ഒരു കമ്പ് അവിടെ ഇല്ലായിരുന്നു. ഉടനെ ഈ മനസ്സരിവുള്ള ഈ രാജാവ് തൻ്റെ തേരിനെ തന്നെ അതിനടുത്ത് ആ മുല്ലക്കൊടി പടർന്ന് വളരാൻ വേണ്ടി തൻ്റെ തേരിനെ അവിടെ നിർത്തിയിട്ട് ഇയാൾ വെറുതെ നടന്ന് കൊട്ടാരത്തിലേക്ക് പോയി എന്ന് ഒരു ചരിത്രം പറയുകയാണ്. ആ സംഭവമാണ് ഇവിടെ പറയുന്നത്. കൊടിക്കായ്, മുല്ലക്കൊടിക്കായ്, കൊടിമുല്ലയ്ക്കായ്, കൊടിമുല്ലയ്ക്കായ് തൻ തേരയെ താനം തന്ത്, താൻ കയറി വന്ന തേരിനെ തന്നെ ദാനമായിട്ട് കൊടുത്ത പാരിയെ നീ മറവായോ? ആ പാരി എന്ന് പറയുന്ന നാട്ടുരാജാവിനെ നീ മറന്നുപോയോ? കൊടിക്കായ്, കൊടിമുല്ലയ്ക്കായ് തൻ തേരയെ താനം തന്ത് പാരിയെ നീ മറവായോ? ഇനി നെറ്റിക്കൺ തിറപ്പിനും കുറ്റം കുറ്റമേ എന്ന് ഈശനിടം ബാധിത്ത്. ഇനി വേറെ ഒരു സംഭവം. അതായത് പണ്ട്
പാണ്ഡ്യൻ നെടുഞ്ചെഴിയൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. പാണ്ഡ്യൻ നെടുഞ്ചെഴിയൻ. ആ രാജാവിൻ്റെ ഭാര്യയാണ് കോപ്പരുംദേവി റാണി. ഈ കോപ്പരുംദേവിയും ഈ രാജാവും ഒരു ദിവസം ഇങ്ങനെ രണ്ടുപേരും കൂടെ ഇങ്ങനെ ചോലയിൽ ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പം നടന്നു വരുമ്പോൾ ആ റാണിയുടെ തലയിൽ നിന്നും ആ മുടിയിൽ നിന്നും ഒരു മണം വരുന്നു. അപ്പോൾ ആ മണം ഇങ്ങനെ ഇയാളെ മനസ്സിലങ്ങനെ പതിഞ്ഞു. അപ്പോൾ ഈ രാജാവിനൊരു സംശയം, ഈ മണം ഒരു സ്ത്രീയുടെ കൂന്തലിൽ നിന്നും വരുന്ന ആ മണം അത് വന്നിട്ട് എന്തെങ്കിലും പൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാസനദ്രവ്യങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ തേക്കുന്നത് കൊണ്ട് വരുന്നതാണോ, അല്ലാതെ അതങ്ങനെ നാച്ചുറായിട്ട് അതിലുള്ള മണമാണോ എന്നൊരു സംശയം അയാൾക്ക്. അപ്പോൾ അന്ന് എന്തെങ്കിലും രാജാവിന് സംശയം വന്നാൽ ആ സംശയം തീരാൻ വേണ്ടി അയാൾ മുരസ് എന്ന് പറഞ്ഞാൽ കൊട്ടടിച്ച് ആൾക്കാരെ കൂട്ടി ഒരു അറിയിപ്പ് കൊടുക്കും. ഇവിടെ അറിയിക്കുകയാണ് രാജാവിൻ്റെ സംശയം, അതായത് രാജാവിനൊരു സംശയം വന്നിരിക്കുകയാണ്, സ്ത്രീകളുടെ കൂന്തലിന് മണം നാച്ചുറായിട്ടുള്ളതാണോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ളതാണോ, അത് ആ സംശയം തീർത്തു വയ്ക്കുന്നവർക്ക് 1000 പൊൻ കാശുകൾ സംഭാവനയായിട്ട് തരും എന്നിങ്ങനെ മുരസ് അടിച്ച് അറിയിക്കുകയാണ്. അപ്പോൾ പലരും ഇങ്ങനെ ആ പ്രൈസ് വാങ്ങാൻ വേണ്ടി, ആ സമ്മാനം വാങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ആ രാജ്യത്തിൽ പരമശിവൻ്റെ ഭക്തനായ ഒരു കവി ഉണ്ടായിരുന്നു. ആ കവിയുടെ പേരാണ് ധരുമി. ഈ ധരുമി എന്ന് പറയുന്ന കവി ഒരുവിധം കവിത എഴുതും. അപ്പോൾ ഈ ധരുമിക്ക് അന്ന് കല്യാണം കഴിക്കണമെങ്കിൽ ആണ് സ്ത്രീക്ക് സ്ത്രീധനം എന്ന് പറയുന്ന പോലെ പുരുഷധനം കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഏർപ്പാട് പണ്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടി ആഗ്രഹമുള്ള ഈ കവി ഉടനെ ശിവഭക്തനായ ഈ ധരുമി എന്ന് പറയുന്ന കവി ഓടി ശിവൻ്റെ അടുത്ത് പോയി പരമശിവനെ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു കവിത എഴുതി തരണം, ഈ സംശയം തീർത്ത് വയ്ക്കുന്ന രീതിയിൽ ഒരു കവിത എഴുതി തരണമെന്ന് യാചിച്ചു. ഉടൻ തന്നെ ശിവനും നീ പിറ്റേ ദിവസം ഈ ശിവലിംഗത്തിൻ്റെ അടുത്ത് വാ, അപ്പോഴും ഒരു കവിത അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ ഇയാളും പിറ്റേ ദിവസം പോയപ്പോൾ അവിടെ ശിവൻ ഒരു കവിത എഴുതി വെച്ചിരുന്നു. ഈ കവിതയുടെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, അതായത് ഒരു വണ്ടിനെ നോക്കി അല്ലെങ്കിൽ ഒരു തേനീച്ചയെ നോക്കി ഒരു നായകൻ പറയുന്നത് പോലുള്ള ഒരാശയമാണ്. എന്തെന്ന് പറഞ്ഞാൽ, തേനീച്ചയെ അല്ലെങ്കിൽ വണ്ടയെ നീ ലോകത്ത് പല സ്ഥലത്തും പോയി പൂവിലുള്ള തേന് നീ കുടിച്ചിരിക്കും. അപ്പോൾ പൂവിൻ്റെ മണവും നിനക്കറിയാം, ആ പൂ വയ്ക്കുന്ന ആ സ്ത്രീകളുടെ തലമുടിയുടെ മണവും നിനക്കറിയാം. കാരണം സ്ത്രീയുടെ തലയിലാണല്ലോ ഈ പൂ ഇരിക്കുന്നത്. അവിടെയും നീ പോയി ആ തേൻ കുടിച്ച് കാണും, ആ പൂവിൽ നിന്ന് നീ തേൻ കുടിച്ച് കാണും. അപ്പോൾ നീ അറിഞ്ഞ മണത്തിൽ ഈ പൂവിൻ്റെ മണമാണോ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ കൂന്തലിനാണോ ഏറ്റവും മണം കൂടുതൽ എന്ന് ചോദിക്കുന്നത് പോലുള്ള ഒരു കവിതയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കവിത എഴുതി രാജാവിൻ്റെ അടുത്ത് ഈ ധരുമി എന്ന് പറയുന്ന കവി കൊണ്ടുകൊടുത്തു. രാജാവിന് അത് വായിച്ചു നോക്കിയപ്പോൾ രാജാവിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നതും നല്ല ഉയർന്ന ജാതിയിൽ ജനിച്ച സ്ത്രീകളുടെ കൂന്തലിൽ മണം ഉണ്ടായിരിക്കും എന്നാണ് രാജാവും വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കവിതയുടെ അർത്ഥം ഇങ്ങനെ ഇരുന്നപ്പോൾ രാജാവിന് വലിയ സന്തോഷമായി. രാജാവ് 1000 പൊൻകാശ് കൊടുക്കാൻ വേണ്ടി കിഴിയിൽ കെട്ടി കൊടുക്കാൻ വേണ്ടി തയ്യാറായി. ഇങ്ങനെ കൊടുക്കാൻ പോയപ്പോൾ കൊടുക്കല്ലേ എന്ന് പറഞ്ഞ അവിടെ നക്കീരൻ എന്ന് പറയുന്നതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കവി ആ രാജസഭയിൽ ഉണ്ടായിരുന്നു. ആ നക്കീരൻ പറഞ്ഞ് കൊടുക്കാൻ പാടില്ല. അത് എന്തുകൊണ്ട് കൊടുക്കാൻ പാടില്ല, അത് ഇതിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞു. തെറ്റുണ്ടെന്ന് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ നമ്മുടെ പരമശിവൻ അവിടെ ഒരു കവിയായിട്ട് രൂപം മാറി അവിടെ വരെയാണ്. അങ്ങനെ വന്ന് ഈ നക്കീരൻ എന്ന് പറയുന്ന കവിക്കും ഈ പരമശിവനും ഭയങ്കരമായ തർക്കം. അപ്പോൾ നക്കീരൻ പറയുന്ന അങ്ങനെ ഒരു പെണ്ണിൻ്റെ കൂന്തലിനും അങ്ങനെ മണം ഇല്ല, പൂ വച്ചാൽ മാത്രമേ ആ പൂവിൻ്റെ മണം കൊണ്ട് ആ കൂന്തലിന് മണം വരൂ, അല്ലാതെ മണമില്ല. ഇന്ന് രണ്ടുപേരും ഭയങ്കരമായിട്ട് തർക്കിക്കുകയാണ്. അപ്പോൾ ശിവൻ ചോദിക്കുകയാണ്, ശിവൻ എന്നുള്ള കാര്യം മറ്റുള്ളവർക്ക് അറിയില്ല, ശിവൻ ചോദിക്കുകയാണ്, അപ്പോൾ ഉയർന്ന ജാതിയിലുള്ള സ്ത്രീയുടെ കൂന്തലിന് പോലും മണമില്ലേ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരുപാട് സ്ത്രീയുടെ നല്ല സീതയുടെ പേര് പറയുകയാണ്,
പിന്നെ അതുപോലെ തന്നെ അരുന്ധതിയുടെ പേര് പറയുകയാണ്. ഇങ്ങനെയുള്ള വലിയ വലിയ കുലത്തിലുള്ള സ്ത്രീകളുടെ തലമുടിക്കും മണമില്ല. ഇല്ല 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 അങ്ങനെ മണം ഒരു പെണ്ണിൻ്റെ കൂന്തലിൻ്റെ മണമില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ഇയാൾ നക്കീരത് പറയാണ്, എന്നെ രക്ഷിക്കുന്ന ലോകനായകനായ പരമശിവന്റെ ഭാര്യ പാർവതി, ആ പാർവതി ദേവിയുടെ മുടിക്ക് പോലും മണമില്ല. ഇങ്ങനെ പറഞ്ഞപ്പോൾ ശിവൻ അങ്ങ് ഞെട്ടിപ്പോയി. എൻ്റെ ഭാര്യയെക്കുറിച്ച് നീ കുറ്റം പറയുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ സൂക്ഷിച്ച് മൂന്നാമത്തെ കണ്ണിനെ ഇങ്ങനെ തുറന്ന് ആ നക്കീരൻ അങ്ങനെ, അപ്പോൾ മൂന്നാമത്തെ കണ്ണ് തുറന്നപ്പോൾ അവിടെ നിന്ന് തീ വരികയാണ്. നക്കീരൻ അങ്ങനെ കത്തിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കി ഉടനെ അപ്പോഴാണ് ഈ നക്കീരന് മനസ്സിലാവുന്നത് വന്നിരിക്കുന്ന ആള് സാധാരണപ്പെട്ട ആളല്ല, ശിവനെന്ന്. ഉടനെ ശിവനെന്ന് മനസ്സിലായ ഇയാൾ ഉടനെ പറയാണ്, നെറ്റിക്കണ്ണ ഇത്രപ്പിനും കുറ്റം കുറ്റമേ എന്ന് പറഞ്ഞു. നീ നെറ്റിക്കണ്ണിനെ തുറന്നാലും മൂന്നാമത്തെ കണ്ണ് തുറന്നാലും തെറ്റ് തന്നെ. അതായത് ഒരു പെണ്ണിൻ്റെ കൂന്തലിനും അങ്ങനെ നേച്ചറായിട്ട് മണം ഇല്ല എന്നിങ്ങനെ പറഞ്ഞതായി ഒരു പുരാണ കഥ ഉണ്ട്. ആ കഥയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ തെറ്റെന്ന് പറഞ്ഞ എന്ന് ആ ദൈവം മനസ്സിലായിട്ട് പോലും അവൻ്റെ അടുത്ത് ആ തർക്കിച്ച കവികൾ തമിഴിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു കഥയാണിത്. അതാണ് ഞാൻ ഇതിൽ പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. നെറ്റിക്കൺ തിറപ്പിനും കുറ്റം കുറ്റമേ എന്ന് ഈശനിടം വാരിത്തെ. നെറ്റിക്കണ്ണ് തുറന്നാലും തിറപ്പിനും തുറന്നാലും കുറ്റം കുറ്റമേ, തെറ്റ് തന്നെ എന്ന് ഈശനിടം വാരിത്തെ. ഈശൻ ദൈവം, ശിവപെരുമാൻ, പരമശിവന്റെ അടുത്ത് വാദിത്ത് തർക്കിച്ച മുച്ചങ്കത്തിൻ പെരുമ്പുലവർ, ആ മൂന്ന് ചങ്കത്തിൻ്റെയും വലിയ കവിയായിരുന്ന നക്കീരനെ കുറിച്ച്, നക്കീരർ എന്ന കവിയെക്കുറിച്ച് നീ അറിയാമൽ പോനായോ? തമിഴ നീ അറിയാതെ പോയോ? നെറ്റിക്കൺ തിറപ്പിനും കുറ്റം കുറ്റമേ എന്ന് ഈശനിടം വാദിത്ത് മുച്ചങ്കത്തിൻ പെരുമ്പുലവർ നക്കീരരെ നീ അറിയാമൽ പോനായോ? 2 അടി 7 സീറുകൾ. ഇത് അടുത്ത് തിരുക്കുറളിനെ കുറിച്ച് പറയാണ്. 2 അടി 7 സീറുകൾ. തിരുക്കുറളിലുള്ള ഓരോ കവിതയ്ക്കും 2 വരി മാത്രമേ ഉള്ളൂ. ആദ്യത്തെ വരിയിൽ 7 ചീർ എന്ന് പറഞ്ഞ വാക്ക്. ആദ്യത്തെ വരിയിൽ 7 വാക്കും രണ്ടാമത്തെ വരിയിൽ 3 വാക്കും. അതാണ് 2 അടി 2 വരി 7 ചീറുകൾ, 7 വാക്ക്, 2 വരികളും 7 വാക്കുകളും. ഉലകപ്പുതുമറയാം തിരുക്കുറൾ, ലോകത്തിൻ്റെ വേദമായിരിക്കുന്ന തിരുക്കുറൾ. 2 വരിയേ ഉള്ളൂ, 7 വാക്കുകളേ ഉള്ളൂ. പക്ഷേ ലോകത്തിൻ്റെ വേദമായിട്ടാണ് ഏത് പുസ്തകം കരുതപ്പെടുന്നത്? ഈ തിരുക്കുറൾ കരുതപ്പെടുന്നത്. അത്രയും വലിയ മഹാത്മ്യമുള്ള പുസ്തകം എഴുതപ്പെട്ട ഒരു ഭാഷയാണ് തമിഴ് ഭാഷ. ആ തിരുക്കുറളിനെ കുറിച്ച് വീണ്ടും പറയുകയാണ്. ഇയൽബിയലും ഇലക്കിയമും പിണൈന്ത നീതിനൂൽ. ഇലക്കിയം എന്ന് പറഞ്ഞാൽ സാഹിത്യം, ഇയൽബിയൽ എന്ന് പറഞ്ഞാൽ ജീവിത യാഥാർത്ഥ്യങ്ങളും സാഹിത്യവും കലർന്ന നീതികളെ കുറിച്ച് പറയുന്ന ഒരു പുസ്തകമാണ് ആ തിരുക്കുറൾ. അയ്യൻ തந்த ഒപ്പറ്റ ഇലക്കിയം. അയ്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ നേതാവ്, അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ കവിയായ ആ തിരുവള്ളുവർ ഈ ലോകത്തിന് തന്ന ഒപ്പറ്റ ഇലക്കിയം. ഒപ്പറ്റ എന്ന് പറഞ്ഞാൽ സാമ്യം പറയാൻ പറ്റാത്ത, ആശയവളം കൊണ്ട് സാമ്യം പറയാൻ പറ്റാത്ത ഒരു വലിയ സാഹിത്യമാണ് ഈ തിരുക്കുറൾ. ഇലക്കിയം ഒരു പുറം ഇരിക്കെ ഇങ്ങനെയുള്ള ആ ചിലപ്പതികാരം, തിരുക്കുറൾ, ഇങ്ങനെയുള്ള ഒരുപാട് ഇലക്കിയങ്ങൾ തമിഴിൽ ഉണ്ട്. ഈ ഇലക്കിയങ്ങൾ ഒരു പുറം ഇരിക്കെ, ഈ സാഹിത്യങ്ങൾ ഒരു വശം ഇരിക്കട്ടെ. ഇനി വേറൊരു വശം നോക്കുകയാണെങ്കിൽ മറുപുറം, വേറൊരു വശം നോക്കുകയാണെങ്കിൽ കാപ്യം. നിറയെ കാപ്യങ്ങളുണ്ട് തമിഴിൽ. കാപ്യം എന്ന് പറഞ്ഞാൽ എപ്പിക്സ്. ഒരുപാട് എപ്പിക്സ്, ചെറുകാപ്യങ്ങൾ, പെരുങ്കാപ്യങ്ങൾ എന്ന് പറയുന്ന കാപ്യങ്ങളും തമിഴിൽ ഒരുപാടുണ്ട്. ഇലക്കിയം ഒരു പുറം ഇരിക്കെ മറുപുറം പാർത്താൽ അങ്ങേ കാപ്യം. ചോഴ രാജാക്കന്മാരുടെ കാലഘട്ടം, അത് കാപ്യകാലം എന്നാണ് അറിയപ്പെടുന്നത്. ചോഴ രാജാക്കന്മാർ ഭരിച്ച കാലഘട്ടത്തിൽ തമിഴിൽ ഒരുപാട് കാപ്യങ്ങൾ എഴുതപ്പെട്ടു. അതാണ് 50 കാപ്യങ്ങൾ എന്നറിയപ്പെടുന്ന ഈ 5 കാപ്യങ്ങൾ. ഏതൊക്കെ? ശിലപ്പതികാരം, മണിമേഖലൈ, ശീവക ചിന്താമണി, വളയാപതി, കുണ്ടലകേസി. ശിലപ്പതികാരം, മണിമേഖലൈ, ശീവക ചിന്താമണി, വളയാപതി, കുണ്ടലകേസി. കോവലൻ കർണകി കഥ പറയുന്ന
ഒരു കാവ്യമാണ് ചിലപ്പതികാരം. അടുത്ത് കോവലനും ജനിച്ച മകളായ മണിമേഖലയെക്കുറിച്ച് പറയുന്ന ഒരു കാവ്യം മണിമേഖല. അടുത്ത് ജീവക രാജാവിനെ കുറിച്ച് പറയുന്ന ജീവക ചിന്താമണി. അതുപോലെ വളയാപതി, കുണ്ടലകേശി എന്നും ഐമ്പെരുങ്കാപ്പിയങ്ങളെ എന്ന് പറയുന്ന 5 വലിയ കാവ്യങ്ങളെ കരം പിടിത്ത് കൈപിടിച്ച് ഉലാവന്ത വസന്തകാലം, അങ്ങനെ ഒരു ഉലാ നടത്തിയ ഒരു വസന്ത കാലഘട്ടമായിരുന്നു ചോഴന്മാരുടെ കാലഘട്ടം. ഇയൽബിയലും ഇലക്കിയമും പിണൈந்த നീതിനൂൽ എം അയ്യൻ തந்த ഒപ്പറ്റ ഇലക്കിയം. ഇലക്കിയം ഒരു പുറം இருக்க മറുപുറം കാപ്പിയം. ആം ചോഴർ കാലം അത് കാപ്പിയകാലം. ചിലപ്പതികാരം, മണിമേഖலை, சீவக சிந்தாமணி, വളയാപതി, കുണ്ടലകേശി എന്നും ഐമ്പെരുങ്കാപ്പിയങ്ങളെ കരം പിടിത്ത് ഉലാവந்த വസന്തകാലം. അപ്പോൾ ഇതുവരെ പറഞ്ഞ ഈ പുസ്തകങ്ങളൊക്കെ എഴുതിയത് പുരുഷന്മാരായ കവികളാണ്. അതിനെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത്. ഇപ്പടി ആൺ ചിങ്കങ്ങൾ ഒരു പുറം ഇരുക്ക്. ഇങ്ങനെ ആൺ ചിങ്കങ്ങൾ, ആൺ സിംഹങ്ങളെപ്പോലുള്ള ആ കവികൾ ഒരു വശം ഇരിക്കെ മറുമുനയിൽ വേറൊരു വശത്ത് നോക്കുകയാണെങ്കിൽ അവിടെ കുറേ സ്ത്രീകളായ കവികൾ. ആ കവികളിൽ കവിയത്രികൾ, ആ കവിയത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കവിയത്രിയാണ് ഔവയാർ. എൻ തമിഴ് മൂതാട്ടി ഔവൈ. വേറൊരു വശത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ തമിഴ് മൂതാട്ടി എന്ന് പറഞ്ഞാൽ അമ്മൂമ്മ, എൻ്റെ തമിഴ് അമ്മൂമ്മയായ ഔവയാർ. ഔവയാർ ആത്തിച്ചൂടിയിൽ, ആ ഔവയാർ എഴുതിയ ഒരു പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ആത്തിച്ചൂടി. ആ പുസ്തകത്തിൻ്റെ പേരാണ് ആത്തിച്ചൂടി. ആത്തിച്ചൂടിയിൽ അറനെറി കാട്ടിയ, ആത്തിച്ചൂടി എന്ന് പറയുന്ന പുസ്തകത്തിൽ അറനെറി, നല്ല പ്രവൃത്തികൾ വഴി ജീവിച്ച് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം പറയുന്ന ഒരു പുസ്തകമാണ് ആത്തിച്ചൂടി. ആത്തിച്ചൂടിയിൽ അറനെറി കാട്ടി. ഇനി അത് വേറൊരു കഥാവരെയാണ്. അതെന്തെന്ന് പറഞ്ഞാൽ, ഒരിക്കൽ അന്നത്തെ രാജാക്കന്മാർ പോലും ഈ കവികൾ ഒരുപാട് കാലം ജീവിക്കണമെന്ന് വിചാരിച്ച ആൾക്കാരാണ്. പണ്ട് അതിയമാൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് ഒരു നെല്ലിക്ക കിട്ടി. നെല്ലിക്ക കിട്ടി. ആ നെല്ലിക്കയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ആ നെല്ലിക്ക കഴിച്ചാൽ ആ കഴിക്കുന്ന ആൾ ഒരിക്കലും മരിക്കില്ല. അങ്ങനെയുള്ള ഒരു അതിശയ നെല്ലിക്ക. ആ നെല്ലിക്ക കിട്ടിയപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മൾ ആ നെല്ലിക്ക അങ്ങ് തിന്നുന്നു. ഞാൻ ഒരുപാട് കാലം ജീവിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ അതിയമാൻ എന്ന് പറയുന്ന രാജാവ് അങ്ങനെ ചെയ്തില്ല. കാരണം ഞാൻ ഇത് കഴിച്ചാൽ ഞാൻ ഒരുപാട് കാലം ജീവിച്ചിരിക്കും. പക്ഷേ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ടല്ലോ, എൻ്റെ തോഴിയുണ്ടല്ലോ ഔവയാർ, ആ ഔവയാറിന് ഞാൻ കൊണ്ടു കൊടുക്കാം. കാരണം ഔവയാറിന് ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഔവയാർ ഒരുപാട് കാലം ജീവിച്ചിരിക്കും. കവിയത്രിയല്ലേ, ഒരുപാട് കാലം ജീവിച്ചിരുന്നു, ഒരുപാട് കവിതകൾ തമിഴിന് വേണ്ടി എഴുതും എന്ന് വിചാരിച്ച് ഔവയാർക്ക് കൊണ്ടുകൊടുത്തു. ആ കഥയാണ് ഇവിടെ വരുന്നത്. എൻ തമിഴ് മൂതാട്ടി ഔവൈ ആത്തിച്ചൂടിയിൽ അറനെറി കാട്ടി നെല്ലിயை കൊടയായി വെன்று, നെല്ലിயை കൊടയായി ദാനമായി വാങ്ങിച്ചു. അത് മാത്രമല്ല, ഇനി വേറൊരു കഥയും വരെയാണ്. മുരുകനും ഔവയാരും കൂടെ ഉള്ള ഒരു കഥ ഉണ്ട്. മുരുകൻ, ദൈവമായ മുരുകൻ. ആ മുരുകൻ പരമശിവന്റെ മോനാണല്ലോ. അപ്പോൾ ഒരിക്കൽ ഇങ്ങനെ ഒരു തർക്കം വന്നു. പാർവതിക്കും ശിവനും മുരുകനുമൊക്കെ ഒരു പിണക്കമുണ്ടായി. ഒരു പഴത്തിൻ്റെ പേരിൽ ഒരു പിണക്കമുണ്ടായി. മുരുകൻ അവിടെ നിന്ന് അമ്മയും അച്ഛനെയും കളഞ്ഞിട്ട് വേറെ ഒരു സ്ഥലത്തേക്ക് പോയി. അങ്ങനെ വന്ന് ഔവയാറിനെ കാണുകയാണ്. അപ്പോൾ ഔവയാർ മുരുകനെ പറഞ്ഞ് സമാധാനപ്പെടുത്തുകയാണ്. ഒരു പഴത്തിന് വേണ്ടിയാണെന്ന് ഇങ്ങനെ പിണങ്ങി വന്നത്. നീ അല്ലേ പഴം നീ, അതാണ് പഴനി എന്ന് പറയുന്നത് പഴം നീ. ചുട്ട പഴത്തുക്കും ചുടാത പഴത്തുക്കും നിനക്ക് എത്ര പഴം വേണമെങ്കിലും ഞാൻ തരാം. ചുട്ട പഴത്തുക്കും ചുടാത പഴത്തുക്കും വിട തേടിയ പാട്ടിയെ. അതായത് ഈ ഔവയാരും മുരുകനും തമ്മിൽ ഒരു കഥ ഉണ്ട്. അതായത് ഈ ഔവയാർക്ക് മുരുകൻ ഒരുപാട് ഇലന്തപ്പഴം ഉണ്ടല്ലോ, ആ ഇലന്തപ്പഴത്തിന് ഇങ്ങനെ പറിച്ച് ഔവയാറിന് കൊടുക്കുമെന്ന്. അപ്പോൾ ഔവയാരടുത്ത് ഈ മുരുകൻ ചോദിക്കും, പാട്ടി ഉനക്ക് ചുട്ട പഴം വേണ്ടുമാ ചുടാത പഴം വേണ്ടുമാ എന്ന് ചോദിക്കും. അപ്പോൾ പാട്ടി പറയും, ഉനക്ക് ഇഷ്ടമുള്ള കനിയെ എനക്ക് തന്നാൽ പോതും. നിനക്ക് ഇഷ്ടമുള്ള പഴം എനിക്ക് തന്നാൽ മതി എന്ന് പറയും. അതാണ് ചുട്ടപ്പഴവും ചുടാത പഴവും. ചുട്ടപ്പഴത്തുക്കും ചുടാത പഴത്തുക്കും വിട തേടിയ പാട്ടിയെ. ചുട്ടപ്പഴം ഏത്, ചുടാത്ത പഴം ഏത്, അതിന് ഉത്തരം തേടിയ പാട്ടിയായ ഔവയാരെ നീ അറിവായോ തമിഴ? അങ്ങനെയുള്ള ആ ഔവയാറിനെ കുറിച്ച് നിനക്കറിയാമോ തമിഴ?
என் தமிழ் மூதாட்டி ஔவை ஆத்திச்சூடியில் அறநெறி காட்டி நெல்லியை கொடையாய் வென்று சுட்ட பழத்துக்கும் சுடாத பழத்துக்கும் விடை தேடிய பாட்டியை நீ அறிவாயோ தமிழா, മറവായോ തമിഴാ, നീ മറന്നുപോയോ തമിഴാ? ആ പാട്ടിയെക്കുറിച്ച് നീ മറന്നുപോയോ? അടുത്ത് ചിലപ്പതികാരത്തിനെ കുറിച്ച് പറയാണ് ഈ വരിയിൽ. ചിലമ്പാൽ കൊലയുണ്ട്, ചിനത്താൽ അനലുകൊണ്ട്, നീതിക്കായി ഉയർനീത്ത പാണ്ഡ്യൻ നെടുഞ്ചെഴിയനൻ വരലാറും ഉണ്ട്. ചിലമ്പ്, കാലിലുള്ള ചിലമ്പ്, ആ ചിലപ്പതികാരം ചിലമ്പിനാൽ അധികരിത്ത വരലാറ് ചിലപ്പതികാരം. ആ കർണകീയരെ കാലിൽ ഇട്ടിരുന്ന ആ ചിലമ്പ് കാരണമായിട്ടാണ് ആ കഥ അങ്ങനെ വളർന്ന് പോകുന്നത്. അപ്പോൾ ആ ചിലമ്പ് വിൽക്കാൻ വേണ്ടി കോവലൻ മധുരയ്ക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ വിൽക്കാൻ ശ്രമിച്ചപ്പോൾ കള്ളനെന്ന് കുറ്റം ചുമത്തപ്പെട്ട് കൊല്ലപ്പെടുകയാണ്. ആ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ചിലമ്പാൽ കൊലയുണ്ട്. അപ്പോൾ ആ കൊല ചെയ്യപ്പെട്ടതറിഞ്ഞ്, ഭർത്താവ് കൊല ചെയ്യപ്പെട്ടതറിഞ്ഞ് ചിനത്താൽ അനലുകൊണ്ട്, ദേഷ്യം കൊണ്ട് ആ കർണകി ആ മധുരയെ ദഹിപ്പിച്ചു എന്നുള്ളത് കഥയാണ്. ചിലമ്പാൽ കൊലയുണ്ട്, ചിനത്താൽ അനൽ കൊണ്ട്, നീതിക്കായി ഉയർനീത്ത, അങ്ങനെ കർണകി ആ മധുരയെല്ലാം നശിപ്പിച്ച ആ സമയത്ത് തന്നെ ഉടൻ തന്നെ തെറ്റ് തൻ്റെ തെറ്റാണെന്ന് മനസ്സിലാക്കിയ പാണ്ഡ്യൻ നെടുഞ്ചെഴിയൻ എന്ന് പറയുന്ന രാജാവ് നാനേ കൾവൻ എന്ന് പറഞ്ഞ് അങ്ങനെ ബോധം കെട്ട് വീണ് മരിച്ചു പോകും. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. നീതിക്കായി ഉയർനീത്ത്, നീതിക്ക് വേണ്ടി തൻ്റെ ഉയിരിനെ വിട്ട് പാണ്ഡ്യൻ നെടുഞ്ചെഴിയനൻ വരലാറുമുണ്ട്. പാണ്ഡ്യൻ നെടുഞ്ചെഴിയൻ എന്ന് പറയുന്ന രാജാവിൻ്റെ ചരിത്രവും ഈ തമിഴിൽ ഉണ്ട്. ചിലമ്പാൽ കൊലയുണ്ട്, ചിനത്താൽ അനൽ കൊണ്ട്, നീതിക്കായി ഉയർനീത്ത പാണ്ഡ്യൻ നെടുഞ്ചെഴിയനൻ വരലാറും ഉണ്ട്. വരലാറ് എന്ന് പറഞ്ഞാൽ ചരിത്രം. ഇനി രണ്ട് ടൈപ്പിലുള്ള കവിതകളെ കുറിച്ച് പറയാണ്. പഴയ കാലത്തിൽ എഴുതപ്പെട്ട ആ പ്രാസം ഒപ്പിച്ചെഴുതുന്ന കവിതകൾ മരബ് കവിത എന്ന് പറയും. മറ്റേത് പുതുക്കവിത, അതായത് മലയാളത്തിലെ ആധുനിക കവിത എന്ന് പറയുന്നതാണ് പുതുക്കവിത. മരബാൽ 1000 പടയ്ത്തും മരബ് കവിത. മരബ് കവിതകൾ 1000 എഴുതിയും പുതുക്കവിതയാൽ പുതുമൈ പടയ്ത്തും. ഇനി ആധുനിക കവിതകൾ കൊണ്ട് ഒരുപാട് പുതുമകൾ ചെയ്തും ഉൻ തായെയും താരത്തെയും കരം പിടിത്ത്, നിന്റെ അമ്മയെയും താരത്തെയും നിന്റെ ഭാര്യയെയും കരം പിടിത്ത് കൈപിടിച്ച് അഴയ്ത്ത് വന്ന, ജീവിതത്തിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന എന്തൻ മുണ്ടാസ് കവിഞ്ഞനെ, എപ്പോഴും തലയിൽ മുണ്ടാസ് തലക്കെട്ട് കെട്ടിയിരിക്കുന്ന കവിഞ്ഞനെ, മഹാകവി ഭാരതിയാർ എൻ്റെ അന്ത കവിഞ്ഞനെ നീ അറിയവില്ലയാ, നീ അറിയാമൽ പോനായോ. അതായത് ഈ മഹാകവി ഭാരതിയാർ എന്ന കവിത എന്ന് പറയുന്ന കവി രണ്ട് ടൈപ്പിലുള്ള കവിതയും എഴുതിയിട്ടുണ്ട്. മരബ് കവിതയും എഴുതിയിട്ടുണ്ട്, ആധുനിക കവിതയും എഴുതിയിട്ടുണ്ട്. മരബ് കവിത എഴുതിയിട്ടുണ്ട്, പുതുക്കവിതയും എഴുതിയിട്ടുണ്ട്. അപ്പോൾ മരബാൽ 1000 പടയ്ത്തും, ആയിരക്കണക്കാന് മരബ് കവിതകൾ എഴുതിയും ആയിരക്കണക്കാന് പുതുക്കവിതകൾ പടയ്ത്തും നിന്റെ അമ്മയ്ക്കും നിന്റെ ഭാര്യയ്ക്കും എല്ലാം നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി വഴി കാണിച്ചു കൊടുത്ത ആ എപ്പോഴും തലയിൽ ഒരു നെറ്റിയിൽ ഒരു പൊട്ടും വെച്ചുകൊണ്ടിരിക്കുന്ന ആ മഹാകവി ഭാരതിയാർ എന്ന് പറയുന്ന ആ കവിയെ നിനക്ക് മറക്കാൻ പറ്റുമോ? എത്ര വലിയ കവിയാണ് ആ കവി. നീ അയാളെക്കുറിച്ച് നീ ഇപ്പോൾ അറിയുന്നില്ലേ? അങ്ങനെ നീ അറിഞ്ഞില്ലെങ്കിൽ അത് വളരെ മോശമാണ്. അത് വിചാരിക്കുമ്പോൾ അത് എനിക്ക് നിന്നെ പരിഹാസം ചെയ്യാനാണ് തോന്നുന്നത്. കേലിക്കൂത്തായിരിക്കണം. കേലി എന്ന് പറഞ്ഞാൽ പരിഹാസം, നിന്നെ പരിഹസിക്കാനാണ് തോന്നുന്നത്. മരബാൽ 1000 പടയ്ത്തും പുതുക്കവിതയാൽ പുതുമൈ പടയ്ത്തും ഉൻ തായെയും താരത്തെയും കരം പിടിത്ത് അழைத்து വந்த എന്തൻ മുണ്ടാസ് കവിஞனை അറിയാമൽ പോനത് കൂത്തായിരിക്കുന്നത്, കേലിക്കൂത്തായിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് ഒരു പുച്ഛിച്ച് പറയുന്നതാണ്. ആ മഹാകവി ഭാരതിയാറിനെ കുറിച്ച് പോലും നീ അറിയാതിരിക്കുന്നത് അത് വലിയ പരിഹാസമായിരിക്കുന്നു, വളരെ വളരെ പരിഹാസമായി എനിക്ക് തോന്നുന്നു എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അൻഡോ തമിഴ് വളർത്ത ഒരു കൂട്ടം, ഇൻഡോ തമിഴ് അഴിക്ക ഒരു കൂട്ടം. അങ്ങനെ അന്ന്, അൻഡോ എന്ന് പറഞ്ഞാൽ അന്ന് തമിഴ് വളർക്കാൻ വേണ്ടി തന്നെ ഒരു കൂട്ടം കവികളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടം ജനങ്ങളുണ്ടായിരുന്നു. ഇൻഡോ തമിഴ് അഴിക്ക ഒരു കൂട്ടം. പക്ഷേ ഇന്നത്തെ അവസ്ഥയോ തമിഴിനെ നശിപ്പിക്കാൻ വേണ്ടി, അഴിക്കുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അൻഡോ തമിഴ് വളർത്ത ഒരു കൂട്ടം, ഇൻഡോ തമിഴ് അഴിക്ക ഒരു കൂട്ടം.
ആംഗല മൊഴിക്ക് ചുവപ്പ് കമ്പളം വിരിത്ത് മുൻവരിസയിൽ മുട്ടിമോതി നിൻറായി. ഇന്നത്തെ അവസ്ഥ എന്താണ്? ആംഗലമൊഴി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്. ആ ഇംഗ്ലീഷിനെ ചുവപ്പ് കമ്പളം വിരിച്ച് ആ ഇംഗ്ലീഷിനെ സ്വീകരിച്ച് ഇങ്ങനെ ചുവപ്പ് കമ്പളം വിരിച്ച് സ്വീകരിച്ചിട്ട് മുൻവരിസയിൽ മുട്ടിമോതി നിൻറായി. ആ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയാണ് ഇന്ന് തമിഴരൊക്കെ മുൻവരിസയിൽ മുന്നിട്ട് ഇങ്ങനെ മുട്ടി ഞാൻ ആദ്യം പഠിക്കാം എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. തമിഴിനെ മറന്നിട്ട് എല്ലാവരും ഇന്ന് ഇംഗ്ലീഷിനെ പഠിക്കാൻ നിൽക്കുകയാണ്. അത് വളരെ കേവലമായ ഒരു കാര്യമാണെന്ന് കവി പറയുകയാണ്. അൻഡോ തമിഴ് വളർത്ത ഒരു കൂട്ടം, ഇൻഡോ തമിഴ് അഴിക്ക ഒരു കൂട്ടം, ആംഗല മൊഴിക്ക് ചുവപ്പ് കമ്പളം വിരിത്ത് മുൻവരിസയിൽ മുട്ടിമോതി നിൻറായി. വെട്കമില്ലയാ തമിഴ, നിനക്ക് നാണമില്ലേ തമിഴ? തമിഴെന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും വലിയ ഭാഷ, ഏറ്റവും വലിയ മഹാത്മ്യമുള്ള ഒരു ഭാഷ. ആ ഭാഷയെ നീ കളഞ്ഞിട്ട് ഒരു ആംഗല ഭാഷയെ, ഒരു സായിപ്പിൻ്റെ ഭാഷയെ പഠിക്കാൻ വേണ്ടി നീ ശ്രമിക്കുകയാണ്. എന്ത് മോശമാണത്! വെട്കമില്ലയാ തമിഴ, നിനക്ക് നാണമില്ലേ തമിഴ? തമിഴൻ എൻ്റെല്ലവാ ഉന്നെ നിനയത്തേൻ, തമിഴൻ എൻ്റെല്ലവാ ഉന്നെ നിനയത്തേൻ. ഞാൻ നിന്നെ തമിഴൻ എന്നല്ലേ ഇതുവരെ വിചാരിച്ചു വെച്ചിരുന്നത്. ஆனால் പക്ഷേ നീയോ ആംഗലത്തിற்கே കുടപിടിത്തായി. നീ എന്ത് ചെയ്യുന്നു? ആ ആംഗല ഭാഷയ്ക്കാണ് കുടയും പിടിച്ചുകൊണ്ട് കുട ചൂടി നിൽക്കുന്നത്. അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നീ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുട പിടിച്ച് നിൽക്കുന്നത്. എന്ത് നാണക്കേടാണ്! വെട്കമില്ലയാ തമിഴ, തമിഴൻ എൻ്റെല്ലവാ ഉന്നെ നിനയത്തേൻ, ஆனால் നീയോ ആംഗലത്തിற்கே കുടപിടിത്തായി. തുടർന്ന് ആ ആംഗല ഭാഷയുടെ മോഹത്തിനെ കുറിച്ച് പറയാണ്. വെള്ളക്കാരൻ ഉമിഴ്ந்த എച്ചിലൈ, ആ സായിപ്പ് ഉമിഴ്ந்த തുപ്പിയ ആ എച്ചിലിനെ, ആംഗല ഭാഷ എന്ന് പറയുന്ന ആ എച്ചിലിനെ പഞ്ചാമൃതം என்பതാ, അതിനെ നീ പഞ്ചാമൃതം കിട്ടിയതുപോലെ അതിനെ നീ ഇങ്ങനെ പോറ്റി അതിൻ്റെ കീർത്തിയെക്കുറിച്ച് നീ പറയുന്നല്ലോ, വേൾഡ് ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞ്. എന്ത് മോശമാണ്! അതിനേക്കാളും വലിയ ഭാഷയല്ലേ തമിഴ് ഭാഷ. വെള്ളക്കാരൻ ഉമിഴ്ந்த എച്ചിലൈ, அந்த വെള്ളക്കാരൻ ഉമിഴ്ந்த എച്ചിലൈ, വെള്ളക്കാരൻ തുപ്പിയ എച്ചിലിനെ പഞ്ചാമൃതം என்பതാ, നീ പഞ്ചാമൃതം എന്ന് അതിനെ പോറ്റി പോടുകയാണോ? പാരാണ്ട തമിഴ് മൊഴിയെ മൺമൂടി പുതയ്പ്പതാ. ഒരു കാലത്ത് ഈ ലോകത്തിനെ തന്നെ എന്ന് പറഞ്ഞ ലോകം, ഈ ലോകത്തിനെ ഭരിച്ചുകൊണ്ടിരുന്ന ആ തമിഴ് ഭാഷയെ മൺമൂടി പുതയ്പ്പതാ. ഇന്ന് മണ്ണിൻ്റെ അടിയിലിട്ട് നീ ഇങ്ങനെ മൂടി വയ്ക്കുകയാണോ? ഞാൻ കേൾക്കറേൻ, ഞാൻ നിൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കുകയാണ്. വള്ളുവൻ ആംഗലം പഠിത്താനാ? തിരുവള്ളുവർ ആംഗലം പഠിച്ചോ? തിരുവള്ളുവർ ഈ തിരുക്കുറൾ എന്ന് പറയുന്ന ഈ വലിയ പുസ്തകം ഈ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചിട്ടാണ് എഴുതിയത്? അല്ലല്ലോ. ഇല്ലേ, വെള്ളക്കാരൻ താൻ ഉനക്ക് അപ്പനാ, അല്ലെങ്കിൽ ആ സായിപ്പ് നിന്റെ അച്ഛനാണോ? അതുകൊണ്ടാണ് നീ ആ ഇംഗ്ലീഷിനെ ഇങ്ങനെ പോറ്റി പോഴുന്നത്. കണ്ണിരുന്തും കുരുടനായി, നിനക്ക് കണ്ണിരുന്നിട്ടും നിനക്ക് കണ്ണ് കാണുന്നില്ല. കണ്ണിരുന്തും കുരുടനായി, ചെവിയിരുന്തും ചെവിടനായി, ചെവി ഉണ്ടായിരുന്നിട്ടും കാതുണ്ടായിരുന്നിട്ടും വെറും പൊട്ടനായി. ഉണ്മയെ നീ മറന്നുപോനായി, നീ സത്യത്തിനെ മറന്നുപോയി. കണ്ണിരുന്തും കുരുടനായി, ചെവിയിരുന്തും ചെവിടനായി, ഉണ്മയെ നീ മറന്നുപോനായി. ഉണ്മയെ ഉരയ്ക്കറേൻ കേൾ, ഞാൻ സത്യം പറയുകയാണ്, നീ കേട്ടോ. ചെമ്മൊഴിயின் ഇനിമ കണ്ട് വെള്ളക്കാരൻ കൂടെ തൻ പേരെ വീരമാമുനിവർ എന്ന് മാറ്റിയ വരലാറും ഉണ്ട്. മുമ്പൊരിക്കൽ ഇറ്റലിയിൽ നിന്നും കോൺസ്റ്റാന്റിയസ് ജോസഫ് ബെസ്കി എന്ന് പറയുന്ന ഒരു സായിപ്പ് നമ്മുടെ ക്രിസ്ത്യൻ മതത്തിനെ വ്യാപിപ്പിക്കാൻ വേണ്ടി നമ്മുടെ തമിഴ്നാട്ടിൽ വന്നു. തമിഴിൻ്റെ ആ സൗന്ദര്യം കണ്ട് തമിഴ് പഠിച്ച് തൻ്റെ ബെസ്കി എന്നുള്ള പേരിനെ മാറ്റി നല്ല തമിഴ് പേരായി വീരമ്മ മുനിവർ എന്ന് തൻ്റെ പേരിനെ മാറ്റി ഇവിടെ ഒരു തമിഴ് മുനിയെ പോലെ തന്നെ ഈ നമ്മുടെ തമിഴ്നാട്ടിൽ ജീവിച്ചത് മാത്രമല്ല ഒരുപാട് തമിഴ് പുസ്തകങ്ങളും അയാൾ എഴുതി. അതായത് തേമ്പാവണി എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു വലിയ ഗ്രന്ഥത്തിന് അയാൾ എഴുതി. ഒരുപാട് ഡിക്ഷണറി എഴുതി. തമിഴിലുള്ള ലിപിയിലുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നത് ആ വീരമ്മ മുനിവർ എന്ന് പറയുന്ന സായിപ്പാണ്. അങ്ങനെ തമിഴിനെ സ്നേഹിച്ച സായിപ്പുകൾ ഒരുപാട് പേര് നമ്മളെ തമിഴ്നാട്ടിലുണ്ട്. ഈ അവസ്ഥയിലാണോ നീ ഇങ്ങനെ ആംഗലമോഹം കൊണ്ട് നടക്കുന്നത്? ഉണ്മയെ ഉരയ്ക്കറേൻ കേൾ ചെമ്മൊഴിயின் ഇനിമ കണ്ട്, ഈ ചെമ്മൊഴിയായ തമിഴിൻ്റെ ആ മാധുര്യം കണ്ട് വെള്ളക്കാരൻ കൂടെ സായിപ്പ് പോലും തൻ്റെ പേരിനെ വീരമാമുനിവർ എന്ന് മാറ്റിയ വരലാറ് ഉണ്ട്. വീരമാമുനിവർ എന്ന് മാറ്റിയ വരലാറ് ചരിത്രവും തമിഴ്നാട്ടിൽ ഉണ്ട്. അവൻ കല്ലറയിലെ, അത് മാത്രമല്ല അയാൾ മരിക്കുമ്പോൾ തൻ്റെ കല്ലറയിലെ ഇങ്ങ് തമിഴ് മാണവൻ ഉറങ്ങുകറാൻ, തമിഴ് വിദ്യാർത്ഥി ഉറങ്ങുന്നു എന്ന് എഴുതി വയ്ക്കണം എന്ന് പറഞ്ഞിട്ടാണ് മരിച്ചത്. അതുപോലെ
അയാളെ അടക്കിയ കല്ലറയുടെ പുറത്ത് ഇവിടെ തമിഴ് വിദ്യാർത്ഥി ഉറങ്ങുന്നു എന്ന് എഴുതി വെച്ചു. അത്ര തമിഴ് മോഹിച്ച് ജീവിച്ച സായിപ്പുമാരും ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് നീ ഇന്ന് തമിഴ് മോഹം ഇല്ലാതെ ആംഗല മോഹം കൊണ്ട് നടക്കുന്നത്. അവൻ കല്ലറയിലെ ഇങ്ങ് തമിഴ് മാണവൻ ഉറങ്ങുകറാൻ എന്ന് പൊറിത്ത നിனைவு ചിഹ്നമും ഉണ്ട്, എഴുതി വെച്ച ഒരു അടയാളവും ഉണ്ട്. ഇത്തനെയും അറിയുന്ന ഉനക്ക്, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞ നിനക്ക് ചിലന്തി വലയിൽ ചിറൈവാസമാ, നീ ചിലന്തി വലയിൽ ഇങ്ങനെ ചിറയിരിക്കുന്നത് പോലെ ഇരിക്കുകയാണോ? ചിലന്തി വലയിൽ നമുക്ക് ചിറയിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെ അല്ലേ അതുപോലെ ആണല്ലോ നിന്റെ പ്രവൃത്തി. ചിലന്തി വലയിൽ ഇരിക്കുന്നത് പോലെയാണല്ലോ നീ ഇരിക്കുന്നത്. എത്ര കേവലമായ ഒരു കാര്യമാണത്. ചിലന്തി വലയിൽ ചിറൈവാസമാ. ആ ചിലന്തി വലയിൽ ചിറയിരിക്കുന്നത് പോലെ നീ ആംഗല ഭാഷ മാത്രം പഠിച്ച് അതാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇരിക്കുകയാണോ? തമിഴല്ലേ അതിനേക്കാളും ഏറ്റവും വലിയ ഭാഷ. പോതും തമിഴാ പോതും. ഈ തമിഴാ മതിയാക്ക്. പോതും തമിഴാ പോതും. പിതറ്റി നാൾ കഴിത്തത് പോതും. ആംഗല ഭാഷയാണ് വലുത്, തമിഴ് മോശമാണ് എന്ന് നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്, പിതറ്റിതൽ എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയുക. അർത്ഥമില്ലാത്ത വാക്കുകൾ ഇങ്ങനെ പറഞ്ഞ് ഓരോ ദിവസവും ഇങ്ങനെ കടത്തി വിട്ടതൊക്കെ മതിയാക്ക് നീ. പിതറ്റി നാൾ കഴിത്തത് പോതും. ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയത് മതി. ഇനിയെങ്കിലും ഒരു യുദ്ധം നടത്തണം. തമിഴുക്കായി ഒരു പോർ. തമിഴിന് വേണ്ടി ഒരു യുദ്ധം നടത്ത്. തമിഴിൻ്റെ പെരുമയ്ക്ക് വേണ്ടി, തമിഴിൻ്റെ കീർത്തിക്ക് വേണ്ടി, ഒരു കീർത്തിയുള്ള തമിഴിന് വേണ്ടി ഒരു യുദ്ധം ഇനി നടത്തുക. അതിനുള്ള സമയം വന്നു. പിതറ്റി നാൾ കഴിത്തത് പോതും. തമിഴുക്കായി ഒരു പോർ. തമിഴിന് വേണ്ടി ഒരു യുദ്ധം നടത്തൂ. തമിഴ് ഇനത്തുക്കായി ഒരു പോർ. തമിഴ് വർഗത്തിന് വേണ്ടി ഒരു യുദ്ധം നടത്തൂ. സംഘകാലം എന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, പഴയ ഒരു തമിഴ് കാലഘട്ടം, സംഘകാലം. ആ സംഘകാലത്തിൽ സ്ത്രീകളും നല്ല ധീരത ഉള്ളവരായിരുന്നു. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും നല്ല ധീരത ഉള്ളവരായിരുന്നു. അതിന് ഒരു ഉദാഹരണമാണ് ഇത്. അതായത് ഒരിക്കൽ ഒരു തമിഴ് സ്ത്രീ ഇങ്ങനെ അരി എന്തെങ്കിലും മുറത്തിലിട്ട് ഇങ്ങനെ പാറ്റിക്കൊണ്ടിരുന്ന കാണും. ആ സമയത്ത് അവിടെ കാട്ടിൻ്റെ അടുത്താണ് ഒരു പുലി കടിക്കാൻ വന്നപ്പോൾ ആ സ്ത്രീ ആ മുറം കൊണ്ട് തന്നെ പുലിയെ അടിച്ചു വിരട്ടിയെന്ന്. അത്ര ധൈര്യവും ധീരതയുമുള്ള സ്ത്രീകളാണ് തമിഴ് സ്ത്രീകൾ. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. മുറം കൊണ്ട് പുലിയൊൻ്റെ തുരത്തിനാൾ മുൻപ് ഒരുത്തി. മുറം കൊണ്ട് ഒരു പുലിയെ വിരട്ടി ഓട്ടിച്ചു ഒരു സ്ത്രീ. ഉൻ തമയൻ ഇമയത്തെ വെന്താൻ. ഉൻ തമയൻ എന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്നാണ്. ഒരു രാജാവിൻ്റെ കാര്യം പറയാണ്. ഒരു ചോഴ രാജാവ്, കങ്കൈ കൊണ്ട ചോഴൻ എന്ന് പറയുന്ന ആ ചോഴ രാജാവ് ഇമയത്തെ വെന്താൻ, വടക്കിലെ യുദ്ധം ചെയ്തു പോയി ആ ഹിമാലയൻ പർവ്വതത്തിനെ പിടിച്ചടക്കി. അതാണ് ഉൻ തമയൻ. നിന്റെ ചേട്ടനായ ആ ചോള രാജാവ്, കങ്കൈ കൊണ്ട ചോഴൻ എന്ന് പറയുന്ന ആ ചോഴൻ ഇമയത്തെ വെന്താൻ, അവൻ ഹിമാലയ പർവ്വതത്തിനെ വിജയിച്ചവനാണ്. എൻപதை നിனைവിൽ നിർത്തി. ഇതെല്ലാം നീ ഓർമ്മയിൽ വച്ച് കൂറിയിട്ടിയോൻ്റെ ഏന്തി. കൂറിയിട്ടി നല്ല കൂർത്ത കുന്തത്തിനെ കയ്യിൽ ഏന്തി പടക്കളത്തിലെ നടന്നു പാർപ്പോം. നമുക്ക് എന്ത് ചെയ്യാം? യുദ്ധക്കളത്തിലേക്ക് നടക്കാം. മാർബുകൾ ഇഴ പായ്ந்து ഓടുவோം. തമിഴിനെ നശിപ്പിക്കാൻ വരുന്നവരെ എതിർത്ത് എന്ത് ചെയ്യാം? മാർബുകൾ ഇഴ, നെഞ്ച് നിവർത്തി നമുക്ക് നല്ല വേഗത്തിൽ ഓടാം. അങ്ങനെ ഓടുമ്പോൾ നമ്മൾ ആർക്കും ഭയപ്പെടാൻ പാടില്ല. മരണമേ വരുമെന്ന് ഭയമെന്താൽ. അങ്ങനെ യുദ്ധക്കളത്തിലേക്ക് നമ്മൾ ഓടുമ്പോൾ നമുക്ക് ജീവൻ നഷ്ടപ്പെടാം. അങ്ങനെ മരണം എന്ന് പറഞ്ഞാൽ ജീവൻ നഷ്ടപ്പെടുക, മരണമേ വരുമെന്ന് ഭയമെന്താൽ. മരണം വരുമെന്ന് നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരുന്നാൽ, ഭയപ്പെട്ടുകൊണ്ടിരുന്നാൽ നാം എല്ലാം തമിഴ്ത്തായ്ക്ക് പിറന്നവர்களாக இருக்க மாட்டோம். നമ്മളൊക്കെ ഒരു തമിഴ് അമ്മയ്ക്ക് ജനിച്ച മക്കളെന്ന് പറയാൻ പറ്റില്ല. നാം എല്ലാം തമിഴ്ത്തായ്ക്ക് പിറന്നവர்களாக இருக்க மாட்டோம். പോർമുനയിൽ വീഴുന്നത് നാമാക ഇരുപ്പനും. യുദ്ധക്കളത്തിൽ മറിഞ്ഞ് വീഴുന്നത് നമ്മളായിരുന്നാലും വാഴ്വത് തമിഴാക ഇരിക്കട്ടും. ജീവിക്കുന്നത് തമിഴ് ഭാഷയായിരിക്കട്ടെ. പോർമുനയിൽ വീഴുന്നത് നാമാക ഇരുപ്പിനും. യുദ്ധക്കളത്തിൽ മരിച്ചു വീഴുന്നത് നമ്മളായിരുന്നാലും വാഴ്വത്, ജീവിക്കുന്നത് തമിഴാക ഇരിക്കട്ടും, തമിഴ് ഭാഷയായിരിക്കട്ടും. അപ്പോൾ ഞാനിപ്പോൾ അവതരിപ്പിച്ച ഈ കവിஞர் ഇളമൈ എന്ന കവിയുടെ ഈ കവിത സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ നിങ്ങൾക്ക് പറയാൻ ഉപയോഗപ്പെടും. ഇതിൻ്റെ അർത്ഥം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ അതനുസരിച്ച് പ്രാസം ഒപ്പിച്ച് പറയുന്ന ഒരു കവിതയല്ല. എന്നാൽ ആ ശബ്ദത്തിൻ്റെ
കയറ്റ ഇറക്കത്തോടുകൂടി നല്ല വിഹാരപൂർവ്വം പറയാൻ പറ്റുന്ന ഒരു കവിതയാണ്. അപ്പോൾ ഈ കവിത നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.